ധ്യാന ശ്ലോകമനുസരിച്ച് ചതുർബാഹുവായ ഗണപതിയെ വരക്കുമ്പോൾ മുകൾ ഭാഗത്തെ വലത്തെ കൈയിൽ അങ്കുശവും മറുകൈയിൽ പാശവും താഴെ വലത്തെ കൈയിൽ ഒടിഞ്ഞ കൊമ്പും ഇടം കൈയിൽ ജ്ഞാനപ്പഴവും ഏന്തിയതായി വേണം വരക്കുവാൻ. ഗണേശൻ്റെ കയ്യിലെ ഈ ജ്ഞാനപ്പഴത്തിൻ്റെ പിന്നിൽ ഒരു രസകരമായ കഥയുണ്ട്. ശിവപാർവതിമാരുടെ പുത്രന്മാരായ ഗണപതിയും സുബ്രഹ്മണ്യനും തമ്മിൽ ഈ അറിവിൻ്റെ ഫലത്തിനായി ഒരു മത്സരം നടന്നു അത്രേ. ആദ്യം ഈ ലോകം മുഴുവൻ ചുറ്റിവരുന്നത് ആരോ അവർക്ക് ഈ പഴം ലഭിക്കും. സുബ്രഹ്മണ്യൻ അതിവേഗം തൻ്റെ മയൂര വാഹനത്തിൽ കയറി ലോകം ചുറ്റുവാൻ പുറപ്പെട്ടു. എന്നാൽ ഗണപതി തൻ്റെ മാതാപിതാക്കളെ വലം വെക്കുവാൻ തുടങ്ങി. ശിവനും പാർവതിയും അതിൽ സന്തോഷിച്ച് ജ്ഞാനപ്പഴം ഗണപതിക്ക് നൽകി എന്നാണ് കഥ. യഥാർത്ഥ അറിവ് അഥവാ വിജയം നേടാനുള്ള ജ്ഞാനം കായിക ശക്തിയിലല്ല, മറിച്ച് തെളിഞ്ഞ ബുദ്ധിയിലാണ് എന്നും കൂടി ഗണപതിയുടെ കയ്യിലെ ജ്ഞാനപ്പഴം ഓർമ്മിപ്പിക്കുന്നു.